എല്ലാവർക്കും 2 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്ത് നിന്നും ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാ മത്സര പരീക്ഷകൾക്കും കാണുന്ന ഒരു ഭാഗം തന്നെയാണ് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് കടക്കാം. കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-ന്. 1956 നവംബർ 1-ന് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം രൂപീകൃതമാകുമ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകൾ ഏതെല്ലാം? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത് അന്ന്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയാണവ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ജനസാന്ദ്രത 853 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ജനസാന്ദ്രത 853 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളമാണ്. വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ആണ്. എത്രയാണ്? 21. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയുടെ വിസ്തീർണം 4,612 ചതുരശ്ര കിലോമീറ്റർ. 4,612 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്നറിയോ? 3ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായിരുന്നു? 21. ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ? 2.76%. ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് ചോദിച്ചാൽ 2.76%. മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? വയനാട്. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളതും മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയതും എവിടെയാണ്? മലപ്പുറമാണ്. ജനസംഖ്യ ഏറ്റവും കുറവ് വയനാട്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണെന്ന്? പത്തനംതിട്ട. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. ഏതാണ്? പത്തനംതിട്ട. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരത്തും ജനസാന്ദ്രത ഏറ്റവും കുറവ് ഇടുക്കിയിലുമാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂര്. കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം. അപ്പോൾ കടൽ തീരം ഏറ്റവും കൂടുതൽ കണ്ണൂര്, ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം. കടൽത്തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരാണെങ്കിൽ കടൽത്തീരം ഉള്ളവയിൽ ഉള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. കടൽത്തീരമുള്ളതിൽ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ലയാണ് വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ വനമേഖല ഏറ്റവും കൂടുതലുള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളത് ഇടുക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളത് ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളത് വയനാടാണ്. റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ഇടുക്കി, ഏറ്റവും കുറവ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട്. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ളത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ളത് വയനാട്. ഏറ്റവും കുറവ് പട്ടികവർഗ്ഗക്കാരുള്ളത് ആലപ്പുഴ. മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കുക. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ളത് പാലക്കാട്, ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ളത് വയനാട്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല വയനാട്, ഏറ്റവും കുറവ് പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ളത് വയനാടുമാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം ചോദിച്ചാൽ 590 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കടൽ തീര ദൈർഘ്യം ചോദിച്ചാൽ 590 കിലോമീറ്ററാണ്. ഇനി കേരളത്തിലെ ജനസംഖ്യ 3,33,87,677 കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ചോദിച്ചാൽ
തെങ്ങ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ചോദിച്ചാൽ കരിമീനാണ്. കേരളത്തിലെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. എന്തൊക്കെ പറഞ്ഞാൽ പുഷ്പം കണിക്കൊന്ന, വൃക്ഷം തെങ്ങ്, പക്ഷി മലമുഴക്കി വേഴാമ്പൽ, മൃഗം ആന, മത്സ്യം കരിമീൻ, പാനീയം കരിക്കിൻ വെള്ളം. ദേശീയോത്സവം. കേരളത്തിന്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓണമാണ്. കേരളത്തിന്റെ ദേശീയോത്സവം ഓണം. ഔദ്യോഗിക ഫലം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ചോദിച്ചാൽ അത് ബുദ്ധമയൂരിയാണ്. ഏതാണ്? ബുദ്ധമയൂരി. അപ്പോൾ കേരളത്തിലെ ദേശീയോത്സവം ഓണം, കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക, കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം എന്നറിയപ്പെടുന്നത് ബുദ്ധമയൂരിയാണ്. കമ്പ്യൂട്ടർവൽക്കരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് വെള്ളനാട്. കമ്പ്യൂട്ടർവൽക്കരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? വെള്ളനാട് പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് ചോദിച്ചാൽ നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്താണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത്. ഏതാണ്? തൃക്കരിപ്പൂർ പഞ്ചായത്ത്. അപ്പോൾ ഓരോന്ന് ആലോചിച്ച് നോക്കാം. വെള്ളനാട്. വെള്ളനാട് എന്തായിരുന്നു? കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ പഞ്ചായത്ത്. കേരളത്തിലെ കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ പഞ്ചായത്താണ് വെള്ളനാട്. നെടുമ്പാശ്ശേരി എന്തായിരുന്നു? ആദ്യ ബാലസൗഹൃദ പഞ്ചായത്താണ്. വെങ്ങാനൂര്. വെങ്ങാനൂരോ? ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത്. തൃക്കരിപ്പൂര് വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യത്തെ പഞ്ചായത്ത്. ജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്താണ്. പൊതുജനത്തിന് സൗജന്യ വൈഫൈ സംവിധാനം ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂരാണ്. ഏതാണ്? ഇരവിപേരൂർ. ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് മാരാരികുളം സൗത്ത്. ഏതാണ്? മാരാരികുളം സൗത്ത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് മാരാരികുളം സൗത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. അപ്പോൾ പൊതുജനത്തിന് സൗജന്യ വൈഫൈ സംവിധാനം ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂര്. ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. മാരാരികുളം സൗത്ത് എന്താണ്? ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്താണ്. മാങ്കുളം എന്താണ്? സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണാടി പഞ്ചായത്താണ്. സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്താണ് കണ്ണാടി. ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ അത് മങ്കരയാണ്. ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ചോദിച്ചാൽ പോത്തുകൽ. ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ. ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. ഏതാണ്? മടിക്കൈ. ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ. അപ്പോൾ ഓരോന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ. കണ്ണാടി. കണ്ണാടി പഞ്ചായത്ത് എന്തായിരുന്നു? സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത്. നിലമ്പൂരോ? 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. മങ്കര ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത്. പോത്തുകല്ലോ? ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. മടിക്കൈ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ തരിശുവയൽ രഹിത ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ തരിശുവയൽ രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മണ്ണഞ്ചേരിയാണ്. ഏതാണ്? മണ്ണഞ്ചേരി. കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി. കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് ചോദിച്ചാൽ അത് നിലമ്പൂർ പഞ്ചായത്താണ്. ഏതാണ്? നിലമ്പൂർ പഞ്ചായത്ത്. സമ്പൂർണ്ണ ജലനയം പ്രഖ്യാപിച്ച ആദ്യ പഞ്ചായത്ത്. സമ്പൂർണ്ണ ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പെരുമണ്ണ പഞ്ചായത്ത്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? അമ്പലവയൽ. ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ആദ്യ സ്ത്രീധന പഞ്ചായത്ത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ ജലനയം പ്രഖ്യാപിച്ച ആദ്യ പഞ്ചായത്ത് പെരുമണ്ണ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂര്. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയലാണ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമൺ. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമണ്ണാണ്. ഏതാണ്? കൊടുമൺ. ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്താണ് കല്യാശ്ശേരി പഞ്ചായത്ത്. ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്താണ് കല്യാശ്ശേരി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്താണ് മയ്യിൽ. ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയ്യിലാണ്. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മൈലപ്രയാണ്. ഏതാണ്? മൈലപ്ര. ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് കല്യാശ്ശേരി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയ്യിൽ. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്ര.
വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി ഗ്രാമപഞ്ചായത്ത് ഇടുക്കി. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളി ഇടുക്കി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം കണ്ണൂർ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, കുറവ് ചോദിച്ചാൽ വളപട്ടണം. ഏറ്റവും വലിയ നിയോജക മണ്ഡലം ചോദിച്ചാൽ ഏതാണ്? ഉടുമ്പൻചോലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോല. ഏതാണ്? ഉടുമ്പൻചോല. ഇനി തെക്കേ അറ്റത്തെ, കേരളത്തിലെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. തെക്കേ അറ്റത്തെ നിയോജക മണ്ഡലം ചോദിച്ചാൽ നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാൽ അതും നെയ്യാറ്റിൻകരയാണ്. തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. തെക്കേ അറ്റത്തെ നദി നെയ്യാർ. തെക്കേ അറ്റത്തെ തടാകം വേളി തടാകം. തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. തെക്കേ അറ്റത്തെ നിയോജക മണ്ഡലം നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതവും ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. നദി ചോദിച്ചാൽ നെയ്യാറ്. തെക്കേ അറ്റത്തെ തടാകം ചോദിച്ചാൽ വേളി തടാകം. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളായണിയാണ്. ഏതാണ്? വെള്ളായണിയാണ്. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. തെക്കേ അറ്റത്തെ ഗ്രാമം ചോദിച്ചാൽ കളിക്കാവിള. തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം. തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ പാറശാല. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത്, തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷനും പാറശാലയാണ്. തെക്കേ അറ്റത്തെ ഗ്രാമം കളിക്കാവിള. തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണിയാണ്. വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം ചോദിച്ചാൽ അത് കാസർഗോഡാണ്. തെക്കേ അറ്റത്തെ ഏതാണ്? തിരുവനന്തപുരമാണ്. വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ്. വടക്കേറ്റത്തെ താലൂക്കും മഞ്ചേശ്വരമാണ്. വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലവും താലൂക്കും മഞ്ചേശ്വരമാണ്. വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. വടക്കേറ്റത്തെ തടാകം ഉപ്പളക്കായലാണ്. നമ്മൾ തെക്കേറ്റത്ത് പറഞ്ഞപ്പോൾ വേളിക്കായൽ പറഞ്ഞു. വടക്കേതാണ് ഉപ്പളക്കായൽ. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. തെക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതായിരുന്നു? വെള്ളായണി. വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ്? മഞ്ചേശ്വരമാണ്. വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. വടക്കേറ്റത്തെ ഗ്രാമം ചോദിച്ചാൽ തലപ്പാടിയാണ്. ഏതാണ്? തലപ്പാടി. വടക്കേറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ അതും മഞ്ചേശ്വരമാണ്. വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്തും വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷനും മഞ്ചേശ്വരമാണെന്ന് ഓർത്തിരിക്കുക. ഇനി കുറച്ച് വിശേഷണങ്ങളാണ് പറയുന്നത്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ജലോത്സവങ്ങളുടെ നാട് രാജാ കേശവദാസിന്റെ പട്ടണം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അതും നമ്മുടെ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഒന്നാണ്. ഏതാണ്? ആലപ്പുഴയാണ്. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല മീനച്ചിലാറിന്റെ പട്ടണം, ചുമർചിത്ര നഗരം, അക്ഷര നഗരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അക്ഷര നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഏതാണ്? കോട്ടയമാണ്. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല മീനച്ചിലാറിന്റെ പട്ടണം, ചുമർചിത്ര നഗരം, അക്ഷര നഗരം എന്നിങ്ങനെയൊക്കെ ഏതാണ്? കോട്ടയമാണ്. കേരളത്തിന്റെ പഴക്കൂട, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം, ഉത്സവങ്ങളുടെ നാട്, പൂരങ്ങളുടെ നാട് ഏതാണ്? തൃശ്ശൂരാണ്. കരിമ്പനകളുടെ നാട്, കേരളത്തിന്റെ നെല്ലറ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പാലക്കാടാണ്. ഏതാണ്? പാലക്കാട്. അപ്പോൾ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട്. തെയ്യങ്ങളുടെ നാട്, തിറകളുടെയും തറികളുടെയും നാട്, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ, കേരളത്തിന്റെ കിരീടം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കണ്ണൂരാണ്. സപ്തഭാഷാ സംഗമഭൂമി, നദികളുടെ നാട്, ദൈവങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? കാസർഗോഡാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമി ആയിരുന്നു. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി ആയിരുന്നു. ആരാണ്? ശങ്കരനാരായണൻ തമ്പി. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് ജസ്റ്റിസ് MM പരീത് പിള്ള. കേരള വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. ആരാണ്? പാലാട്ട് മോഹൻദാസ്. അപ്പോൾ ഇവ മാറിപ്പോകരുത്. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? MM പരീത് പിള്ള. വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ് ആണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായ ആദ്യ മലയാളിയാണ് KK വേണുഗോപാൽ. ആരാണ്? KK വേണുഗോപാൽ. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? പാറേക്കുളങ്ങര ഗോവിന്ദമേനോൻ. ആരാണ്? പാറേക്കുളങ്ങര ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. പക്ഷെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ പാറേക്കുളങ്ങര ഗോവിന്ദമേനോനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ്. കേരള ഗവർണറായ ആദ്യ മലയാളിയാണ് V വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? B രാമകൃഷ്ണറാവു. ആരാണ്? B രാമകൃഷ്ണറാവു. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് VK കൃഷ്ണമേനോൻ.
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? ജോൺ മത്തായി. INC പ്രസിഡന്റായ ഏക മലയാളിയാണ് ചിറ്റൂർ ശങ്കരൻ നായർ. ആരാണ്? ചിറ്റൂർ ശങ്കരൻ നായർ. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? MGK മേനോൻ. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മയാണ്. അതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. ആരാണ്? ജ്യോതി വെങ്കിടാചലം ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? പത്മ രാമചന്ദ്രൻ. ആരാണ്? പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആരായിരുന്നു? R ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആരായിരുന്നു? R ശ്രീലേഖ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് ഷൈനി വിൽസൺ. ഫൈനലിലെത്തിയത് ചോദിച്ചാൽ PT ഉഷ, സെമി ഫൈനലിൽ ചോദിച്ചാൽ ആരാണ്? ഷൈനി വിൽസൺ ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. ആരാണ്? KC ഏലമ്മ. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? അന്ന ചാണ്ടി ആയിരുന്നു. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത V മനോഹർ. ആരാണ്? സുജാത V മനോഹർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിതയാണ് KK ഉഷ. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ. ആദ്യ മലയാളി വനിത ചോദിച്ചാൽ അത് KK ഉഷയാണ്. ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ മലയാളി ചോദിച്ചാൽ അത് ജാനകി രാമചന്ദ്രനാണ്. ഗവർണറാകുന്നത് ഫാത്തിമ ബീവിയും മുഖ്യമന്ത്രിയാകുന്നത് ജാനകി രാമചന്ദ്രനുമാണ്. ലോകസഭാംഗമായ ആദ്യ കേരള വനിതയാണ് ആനി മസ്ക്രീൻ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വനിതയാണ് KM ബീനാമോൾ. ആരാണ്? KM ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വനിതയാണ് KM ബീനാമോൾ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ കേരള വനിതയാണ് MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ കേരള വനിതയാണ് MD വത്സമ്മ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി അതാരാണ്? സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്കാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള വനിത ചോദിച്ചാൽ അത് അൽഫോൺസാമയാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി. ഇനി കുറച്ച് സ്മാരകങ്ങൾ നോക്കാം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കൽ. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജഗതി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജഗതി. പഴശ്ശിരാജ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. പുന്നപ്ര വയലാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കളർക്കോട്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. തകഴി ശിവശങ്കരപിള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? ശങ്കരമംഗലം. തകഴി ശിവശങ്കരപിള്ളയുടെ സ്മാരകം. തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് തുഞ്ചൻ പറമ്പിലാണ്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ്. എവിടെയാണ്? ഉളിയത്ത് കടവ്. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. എവിടെയാണ്? തിരൂരാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചേറായി. എറണാകുളം ജില്ലയിലെ ചേറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം. കർണാടക, തമിഴ്നാട് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏതാണ്? സുൽത്താൻ ബത്തേരി താലൂക്കാണ്. കർണാടക, തമിഴ്നാട് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് നൂൽപ്പുഴയാണ്. താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. കർണാടക, തമിഴ്നാട് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഗ്രാമം ചോദിച്ചാൽ അത് മുത്തങ്ങയാണ്. മുത്തങ്ങ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 3ആയി നമുക്ക് തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48% എന്താണ്? മലനാടാണ്. മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്ററിന് മുകളിലാണ്. 900 മീറ്റർ. കേരളത്തിലെ 3 തരം ഭൂപ്രകൃതിയാണുള്ളത്: മലനാട്, ഇടനാട്,
തീരപ്രദേശം എന്നിവ. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് കേരളത്തിലെ ഭൂപ്രകൃതിയുടെ 48% വരും. ഇടനാട് 42%, തീരപ്രദേശം 10%മാണ് വരിക. തീരപ്രദേശം എന്ന് പറയുമ്പോൾ അത് 7.5 മീറ്ററിൽ താഴെ 7.5 മീറ്ററിൽ താഴെയുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത്. ഇടനാട് എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ മുതൽ. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 48% വരും, ഇടനാട് 42%, തീരപ്രദേശം 10%. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയുള്ള ഭൂപ്രദേശമാണ്. ഇടനാട് എന്ന് പറയുമ്പോൾ 7.5നും 75 മീറ്ററിനും ഉള്ളിൽ വരും. മലനാട് എന്ന് പറയുമ്പോൾ 75 മീറ്ററിന് മുകളിൽ വരും. കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളാണ് 9 ഉണ്ട്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ 9, ഇല്ലാത്ത ജില്ലകൾ 5. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? ചേർത്തല താലൂക്കാണ്. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. പ്രധാന കാർഷിക വിളകൾ. തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, തെങ്ങ് തുടങ്ങിയവ. പ്രധാനമായിട്ടും നെല്ല്, തെങ്ങാണ് തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശൂർ, മലപ്പുറം ജില്ലകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലാകെ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കേരളത്തിലാകെ മൈനർ നദികളുടെ എണ്ണം ചോദിച്ചാൽ 40. കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം 4. കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം 4. കാസർഗോഡ് ജില്ലയിലൂടെ മാത്രം ഒഴുകുന്നത് 12ഓളം നദികളാണ്. 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള കേരളത്തിലെ നദികൾ 11 ഉള്ളത്. 100 കിലോമീറ്റർ കൂടുതൽ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാറിന്റെ നീളം 144 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് അയിരൂർ പുഴ. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ കബനി. ഒഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. അതിൽ ഏറ്റവും വലുത് കബനി, ചെറുത് പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. ഏതാണ്? രാമപുരം നദി. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. അതിൽ 27 കായലുകൾ സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 7 ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയാണ്. കായലുകളുടെയും ലഗൂണുകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായലും കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വേളിക്കായലുമാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ മണിയാറാണ്. മണിയാർ ആദ്യത്തത്, വലുത് കുത്തുങ്കൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതിയാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്നൊക്കെ ചോദിച്ചാൽ ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ, വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. KCB നിലവിൽ വന്നത് 1957 മാർച്ച് 31. ആ ഡേറ്റ് ഓർത്തിരിക്കുക. 1957 മാർച്ച് 31 KCB വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ നാഫ്തയിൽ പ്രവർത്തിക്കുന്ന താപവൈദ്യുത നിലയമാണ് കായംകുളം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം ഏതാണ്? കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം കഞ്ചിക്കോടാണ്. ആദ്യത്തെ ചോദിച്ചാലും കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ്, 4. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ചോദിച്ചാൽ തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ കാണാം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂര്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് കോന്നി, കോടനാട് എന്നിവ. കോന്നി, കോടനാട്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? ഇരവികുളമാണ്. ആദ്യത്തേത് ചോദിച്ചാലും ഇരവികുളമാണ്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950 എന്നാണ്. 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978 എന്നാണ്. 1978. പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1982 എന്നാണ്. 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിൽ വന്നതെന്നാണ്. അത് 1992 എന്നാണ്. 1992. ഈ വർഷങ്ങളൊക്കെ മാറാതെ ഓർത്തു വയ്ക്കുക.
ഇനി അഗസ്ത്യർ ക്രൊക്കഡൈൽ റിഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് നെയ്യാറാണ്. ഇതാണ് നെയ്യാർ. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതമാണ് ശിന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് ചോദിച്ചാൽ അത് ആറളം വന്യജീവി സങ്കേതമാണ്. കണ്ണൂർ ഏറ്റവും തെക്കേ അറ്റത്ത് നമ്മൾ ഏതാണെന്ന് പറഞ്ഞു, ആറളം വന്യജീവി സങ്കേതമാണെന്ന് പറഞ്ഞിരുന്നു. ശിന്തുരുണിക്ക് നമ്മൾ നേരത്തെ എന്ത് പോയിന്റാ പറഞ്ഞത്, ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ശിന്തുരുണി. നെയ്യാർ വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് നമ്മൾ മറ്റൊരു പോയിന്റ് പറഞ്ഞു, തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇനി വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ല, നിലവിൽ വന്ന വർഷമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ നമുക്ക് വായിച്ചു നോക്കാം, പിന്നീട് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ അത് മനസ്സിലിരുന്നോളും. പെരിയാർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1950 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. നമ്മൾ മുകളിൽ പറഞ്ഞു. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് 1958. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉറപ്പായിട്ട് നോക്കി വെക്കണം. പെരിയാർ ഇമ്പോർട്ടൻ്റ് ആണ്. 1950 ഇടുക്കി. നെയ്യാർ 1958 തിരുവനന്തപുരം. വയനാട് 1973 വയനാട് തന്നെയാണ്. പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് 1973. ഇടുക്കി 1976. തട്ടേക്കാട് 1983. തട്ടേക്കാട് വന്ന അതേ വർഷമാണ്. പേപ്പാറയിൽ നിന്ന് ഓർത്ത് വയ്ക്കുക. ചിന്നാർ, ചിമ്മിനി, ആറളം ഇത് മൂന്നും വന്നിട്ടുള്ളത്. ചിന്നാർ, ചിമ്മിനി, ആറളം ഇത് മൂന്നും വന്നിട്ടുള്ളത് 1984 ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ശിന്തുരുണി വന്നിട്ടുള്ളത് 1984. പിന്നെ ചൂളന്നൂർ 2007 വന്നിട്ടുള്ളത്. കരിമ്പുഴ 2019 മലപ്പുറം ജില്ലയിൽ വന്നത്. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളവനവും എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ. കുമരകം കോട്ടയം ജില്ലയിലും, അരിപ്പ തിരുവനന്തപുരം ജില്ലയിലും, കടലുണ്ടി മലപ്പുറം ജില്ലയിലും, ചൂളന്നൂർ പാലക്കാട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ദേശീയോദ്യാനങ്ങളും ജില്ലയും വർഷവും കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വയ്ക്കാം. ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് 78 വരുന്നത്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുകയും 85 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആനമുടി ചോല ഇടുക്കിയിൽ, അതുപോലെ മതിക്കെട്ടാൻ ചോല, പാമ്പാടും ചോല ഇത് മൂന്നും ഇടുക്കിയിലാണ്. 2003 വന്നിട്ടുള്ളത്. ഇനി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തുറമുഖങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കേരളത്തിലെ ജലസേചന പദ്ധതികൾ. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിൽ, മലമ്പുഴ പാലക്കാട്, വാളയാർ പാലക്കാട്, മംഗലം മീൻകര പോത്തുണ്ടി ഇവയെല്ലാം പാലക്കാടാണ്. ചാലക്കുടിയും പീച്ചിയും തൃശ്ശൂരും, കല്ലട കൊല്ലം, വാഴാനിയും തൃശ്ശൂരാണ്. വാഴാനി ചാലക്കുടി പോത്തുണ്ടി വാഴാനി ചാലക്കുടി പീച്ചി തൃശ്ശൂർ, കല്ലട കൊല്ലം, മലമ്പുഴ വാളയാർ മംഗലം മീൻകര പോത്തുണ്ടി ഇവയൊക്കെ പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും പതനവും കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. പതനം വേമ്പനാട്ട് കായലിലാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. പതനം അറബിക്കടലിലാണ്. പമ്പ പുളിച്ചി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ചാലിയാർ ഇളമ്പലയിലെ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പെരിയാറിൽ പതിക്കുന്നു. നെയ്യാർ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. മഞ്ചേശ്വരം പുഴ ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിലാണ് പതിക്കുന്നത്. മയ്യഴിപ്പുഴ പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. കബനി, ഭവാനി, പാമ്പ ഇത് മൂന്നും നോക്കി വയ്ക്കുക. കബനി തൊണ്ടാർമുടി വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിലാണ് പതിക്കുന്നത്. ഭവാനി ഇത് മൂന്നും കാവേരി നദിയിലാണ് പതിക്കുന്നത്. പക്ഷേ കബനി മാത്രം കർണാടകയിൽ വെച്ചിട്ടാണ് പതിക്കുന്നത്. മറ്റു രണ്ടും തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് പതിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. പാമ്പാറ് ബെന്മൂർ ദേവികുളം താലൂക്കിലെ ബെന്മൂറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭവാനി നീലഗിരിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി നദികളുടെ നീളം ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാർ 244, ഭാരതപ്പുഴ 209, പമ്പ 176. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അപ്പോൾ മനസ്സിൽ നിന്നോളും. ഒറ്റ തവണ വായിച്ചു എന്ന് വെച്ചിട്ട് ഓർമ്മ ഉണ്ടാകുന്നില്ല. പമ്പ 176, ചാലിയാർ 169, ചാലക്കുടിപ്പുഴ 145.5, കടലുണ്ടിപ്പുഴ 130. ഇത്ര എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വള്ളംകളികൾ. ഈ വള്ളംകളികളുടെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണാം. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായലിൽ. ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. ചെമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. മദർ തെരേസ അച്ഛൻ കോവിലാറിലാണ്. അയ്യങ്കാളി വെള്ളായണിക്കായലിലും. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി കന്നീറ്റിക്കായലിലും. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി കുമരകം കായലിലാണ്. അത് മാറിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ ട്രോഫി ഏറ്റിപ്പോയി, നമ്മൾ എന്തെങ്കിലും ഏറ്റിപ്പോവാന്ന് പറയില്ലേ, അതുപോലെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ രാജീവ് ഗാന്ധി വള്ളംകളി പുളിക്കുന്ന് കായൽ, ഇന്ദിരാഗാന്ധി കൊച്ചിക്കായൽ, താഴത്തങ്ങാടി മീനച്ചിലാറിൽ, പൊന്നാനി വള്ളംകളി BM കായലിലുമാണ്.
കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമാകുന്നത് 1966-ലാണ്. ആസ്ഥാനം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്തും. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ വയനാട് ജില്ലയിലുമാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചാൽ അതും എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് എവിടെയാണ്? അരൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പീരുമേട് താലൂക്കിലാണ്. ഈ പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ചോദിച്ചാൽ കോട്ടമലയാണ്. അപ്പൊ കാട്ടുമല എന്താണ്? അത് മതികെട്ടാഞ്ചോലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷൻ മത്സ്യഫെഡ് ആണ്. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. കായിക നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക വിദ്യാഭ്യാസത്തിനായിട്ട് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറവ് ചോദിച്ചാൽ വയനാട് ജില്ലയാണ്. പൊതുമേഖലയിലാണ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല ചോദിക്കുന്നതെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ തടി വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലായി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നതും ആലപ്പുഴ ജില്ലയിലാണ്, ഡാറാസ്മയിലാണ്. കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി, പക്ഷേ കയർ ഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ആസ്ഥാനം അങ്കമാലിയാണ്. നിലവിൽ വരുന്നത് 1971. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏറ്റവും വലുത് ചോദിച്ചാലും ടെക്നോ പാർക്ക് തിരുവനന്തപുരം. കേരളത്തിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളമാണ്. കുറവ് വയനാട് ജില്ലയിലുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതകൾ ടോട്ടലായിട്ടും 11 ആണുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത NH 47ആണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളിയാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വരുന്നത് KSRTC നിലവിൽ വരുന്നത് 1965-ലാണ്. കേരള സംസ്ഥാന അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം കൊച്ചിയാണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിക്കുന്നത് 1861 മാർച്ച് 12-നാണ്. എവിടെയായിരുന്നു? തിരൂര് മുതൽ ബേപ്പൂർ വരെ ആയിരുന്നു ആ ലൈൻ. ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നല്ലേ. നിലവിൽ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം 4ആണ്. 1960 കേരള പഞ്ചായത്ത് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1960 കേരള പഞ്ചായത്ത് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 1962 ജനുവരി 1-നാണ്. എന്നാണ് 1962 ജനുവരി 1. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വരുന്നത് 1994 ഏപ്രിൽ 23-നാണ്. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വരുന്നത് 1994 ഏപ്രിൽ 23. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 1994 മെയ് 30-നാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 1994 മെയ് 30-നാണ്.